ഹായ് പാർപ്പടിയുടെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നല്ല മഴയുള്ള ദിവസമായിട്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുസിനെ ക്ലാസ്സിൽ വിട്ടിട്ടില്ല. ഇന്ന് പനിയായിട്ടുള്ള കാരണം പനി നല്ല ജലദോഷം ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ വലിയ ചെമ്പരത്തിപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിരിച്ചു മറിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. രണ്ട് ചക്കയും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കൂടി എടുത്തിട്ട് അടുക്കളയിലേക്ക് കയറി ചിക്കൻ കറി വെക്കാനായിട്ട്. അപ്പോൾ പുതിയ നോൺ സ്റ്റിക്ക് പ്ലേറ്റ് പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മൂൻ്റെ കുർബാന പാടിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ചിക്കൻ കറി വെക്കാൻ വെച്ചിട്ട് എടുത്ത സമയത്ത് കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു എന്തോ കുരുത്തുകേട് ഒപ്പിച്ചിട്ട്. അപ്പോൾ ഞാൻ അവളെ അടിക്കാൻ വെറുതെ കാണിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചിക്കനൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് തൈരും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഉപ്പും തിരുമ്പി വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആവും, അതിൻ്റെ ഫ്ലഷൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ അതിന് ശേഷം സബോള, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടു, നീളെല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അത് മൂക്കുമ്പോൾ അതിലേക്ക് പൊടികൾ ഇടാം. അപ്പോൾ പൊടികൾ ഇടുന്ന സമയത്ത് ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല ചിക്കൻ കറി വെക്കുമ്പോൾ. ഞാൻ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് മൂന്നാണ് ചേർക്കുക. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂക്കുമ്പോഴാണ് പിന്നെ ചിക്കൻ അതിലേക്ക് ഇടുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊക്കെ സബോളയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരണോട് കൂടിയിട്ട് തന്നെ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടി മിക്സിയിൽ അരയ്ക്കട്ടെ. അതും കൂടി ഇട്ടിട്ട് അതും കൂടി മൂക്കുമ്പോഴാണ് ഈ പൊടികളെല്ലാതും കൂടിയും ചേർക്കാട്ടോ. അപ്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഞാൻ ചേർക്കാറില്ല. അപ്പോൾ ഇതെല്ലാതും കൂടി മൂക്കുമ്പോൾ പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അത് മറന്നു. അതും കൂടി ചേർത്തതിന് ശേഷം അത് മൂത്ത് വരുമ്പോഴാണ് ചിക്കൻ അതിലേക്ക് ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടിയും ചതച്ചിടും ഒരു മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പരമാവധി വേപ്പിൻ്റെ ഇല യൂസ് ചെയ്യാത്തത് വേറെ ഒന്നല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴുങ്ങി വീഴണ്ടെന്ന് വെച്ചിട്ടാണ്. നിറയെ പൂപ്പലുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെച്ചപ്പോൾ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ വേപ്പിൻ്റെ ഇല പൊട്ടിച്ചു. എന്നിട്ട് വേപ്പിൻ്റെ ഇല ഇങ്ങനെ അത് വലിയ മരമായപ്പോൾ അത് മുറിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മഴക്കാലമായ കാരണം അത് പ്ലാസ്റ്റിക് ചുറ്റി വെച്ചേക്കണ്ടാട്ട. അങ്ങനെ ഞാൻ ചിക്കൻ കറിയിലേക്ക് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു. വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം പിന്നെ അതിലത്തെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം തുറന്നു വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞൂസ് പടം കാണിക്കാനായിട്ട് വന്നതാട്ടെ. കുഞ്ഞു വരച്ച പടം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. കുഞ്ഞു നന്നായിട്ട് പടം വരയ്ക്കുന്നുണ്ടാ. പടവും വരയ്ക്കും, അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ മാമ്പഴം ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങ ചെത്തി കഴിച്ചതാ. നീലമാങ്ങ 2 കിലോ 100 എന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാമ്പഴം കഴിച്ചതിന് ശേഷം ഞാൻ ചോറുണ്ടായിരുന്നു, ചിക്കൻ കറിയും പിന്നെ തൈരും ഇന്നലത്തെ മാങ്കറി ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടുത്തം പിടിക്കുന്നതാട്ടി കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ ഉണ്ടായിരുന്നാലും ഒരു ഉരുള ചോദിച്ചിട്ട് കുഞ്ഞു വരും കേട്ടോ. അപ്പോൾ എനിക്ക് കൊടുക്കാനും ഇഷ്ടം. ഭക്ഷണം കഴിക്കായിരുന്നു, ഞാനൊരു പിടുത്തം പിടിച്ചു. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.